ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുറച്ച് ചക്കപ്പഴം വരട്ടി വെക്കാം. അതിനായി ചക്കപ്പഴം കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ എടുത്തു വെച്ച് ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ചെടുക്കണം. വെള്ളം തൊടാതെ അരച്ചെടുക്കണം. അതിനുശേഷം ശർക്കര പാനിയിലേക്ക് ഈ ചക്കപ്പഴം അരച്ചതൊഴിച്ച് തുടരെ ഇളക്കി വറ്റിച്ചെടുക്കണം. ചക്കപ്പഴം അരച്ചെടുത്തു. ഇതുപോലെ വെള്ളം തൊടാതെ അരച്ചെടുത്ത് ഇതിലേക്ക് ശർക്കര അലിയിച്ച് വെച്ചിരിക്കുന്ന അങ്ങ് ഒഴിക്കാം. ശർക്കര അലിയിച്ച് വെച്ച് ഇത് അരിച്ചൊഴിക്കുക. ഇതിനി തുടരെ ഇളക്കി വറ്റിച്ചെടുക്കണം. കുറച്ച് നേരം ചെറു തീയിൽ വേണം വറ്റിക്കാൻ. കുറച്ച് അകന്ന് നിന്ന് ഇളക്കണം, അല്ലെങ്കിൽ മുഖത്തേക്കൊക്കെ പൊട്ടിത്തെറിച്ച് ഒരു പരുവാകും. കണ്ടോ, ഇതൊന്നും ആയില്ല. കുറേ നേരം ഇളക്കണം. ഇനി പയ്യെ പറ്റട്ടെ. ചക്കപ്പഴം വരട്ടങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. 1 കിലോ ചക്കപ്പഴത്തിന് 1/2 കിലോ ശർക്കര എടുക്കണം. മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി എടുക്കാം, കുറവ് വേണമെങ്കിൽ കുറച്ചെടുത്താൽ മതി. കണക്കനുസരിച്ച് 1 കിലോയ്ക്ക് 1/2 കിലോ ശർക്കര വേണം. ഇതിനി പറ്റി കഴിയുമ്പം കുറച്ച് നെയ്യ് ഒഴിച്ച് ഇളക്കണം. ലാസ്റ്റ് ഏലക്ക, ചുക്ക് എല്ലാം കൂടെ പൊടിച്ചത് ചേർത്തും കൂടെ ഇളക്കിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അപ്പം നെയ്യ് ഒഴിക്കാറായില്ല, ഇത് കുറച്ചുകൂടെ പറ്റട്ടെ. ഏകദേശം വെള്ളമൊക്കെ വറ്റി. ഇനി കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇത് മൂട്ടി പിടിക്കും. അതുകൊണ്ട് ഇങ്ങനെ 2-3 തവണയായിട്ട് നെയ്യ് ഇട്ട് കൊടുത്ത് ഇളക്കണം. ഇത് കുറച്ചുകൂടെ പറ്റിക്കഴിഞ്ഞ് കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളമൊക്കെ പറ്റി 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആ കൂടെ തന്നെ ഏലക്ക, ചുക്ക് ഇതും കൂടെ പൊടിച്ച് വെച്ചിരുന്ന ജീരകം വേണേൽ ചേർക്കാം. ഇവിടെ ചേർത്തങ്ങ് ഇളക്കാം. നെയ്യ് ചേർക്കുന്നതിൻ്റെ മൂട്ടി പിടിക്കാതിരിക്കാനാണ്, പിന്നെ കേടാകാതിരിക്കും. ലാസ്റ്റ് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനായിട്ട് 1 നുള്ള് മതി. കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരട്ടെ. മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം കൂടെ ഇളക്കി കഴിഞ്ഞാൽ ചക്ക വരട്ടിയത് റെഡിയാവും. ചക്ക വരട്ടിയത് റെഡിയായി. പാത്രത്തെ നെല്ലാം വിട്ടു പോന്നു. കണ്ടോ, സൈഡിലൊന്നും പിടിച്ചിരിക്കുകയില്ല. ഇത് പാകമായി കഴിഞ്ഞാൽ എങ്ങനെയാണ്, ശകലം പോലും പിടിച്ചിരിക്കുകയില്ല. പാത്രമെല്ലാം നല്ല ക്ലീനാവും. കണ്ടോ, ശകലം പോലും പിടിച്ചിരിപ്പില്ല. ഇത് പാകമായി. ഇനി തണുത്തതിന് ശേഷം ഒരു ഭരണിയിലോ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ചക്ക വരട്ടിയത് തണുത്തു. ഇതിനി ഒരു പാത്രത്തിലെടുത്ത് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. വെളിയിൽ വെച്ചാലും കുഴപ്പമില്ല,
ഫ്രിഡ്ജ് വെക്കുവാണെങ്കിൽ ഇത് 1 വർഷം വരെ കേടാകാതെ ഇരിക്കും. എല്ലാവരും ട്രൈ ചെയ്യൂ. ഓക്കെ ബൈ. അടുത്ത വീഡിയോ കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്.